നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സൗമ്യ. ഞാൻ കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജി വിഭാഗം കൺസൾട്ടന്റ് ആണ്. അപ്പോൾ താരൻ പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ച് നമുക്ക് ചെറിയൊരു വ്യക്തത വേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരുപാട് പേര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് താരൻ പറയുന്നത് എന്തോ ഒരു രോഗമാണ്. അത് ചികിത്സിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് മാറും. 2 ആഴ്ച താരൻ്റെ മരുന്ന് കഴിച്ചാൽ താരൻ മാറണം. പലപ്പോഴും ഈ നമ്മൾ മുടി വെട്ടാനും അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാരെ അഡ്വൈസ് ചെയ്ത് വിടും താരൻ ചികിത്സിച്ചിട്ട് വരണം. അതിനകത്ത് പൂർണ്ണമായിട്ടും തെറ്റെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അവിടെ ചില വ്യക്തതക്കുറവുകൾ നമ്മളെപ്പോഴും കാണാറുണ്ട്. അപ്പോൾ താരൻ പറഞ്ഞാൽ ഞങ്ങൾ മെഡിക്കൽ ടേംസിൽ അതിനെ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നാണ് പറയുക. അതൊരു പ്രവണതയാണ്. ഒരു അസുഖത്തെക്കാട്ടിലും കൂടുതൽ അതൊരു പ്രവണതയാണ്. പല ഫേസിലും എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ താരൻ ഇല്ലാത്ത മനുഷ്യർ കുറവാണ്. അപ്പോൾ ബേസിക്കലി എന്താ വെച്ചാൽ നമ്മുടെ ശിരോചർമ്മം സ്കാൽപ്പിൽ സെബേഷ്യസ് ഗ്രന്ഥികളുണ്ട്. അത് ഒരു സീബം എന്ന് പറയുന്ന എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഒരു കൊച്ചുകുട്ടിക്കൊന്നും നമ്മൾ ഈ എണ്ണ ഉൽപ്പാദനം അധികം കാണാറില്ല. കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഹോർമോണുകൾ കൊണ്ട് കുറച്ച് എണ്ണ ഉണ്ടാവും എന്നല്ലാതെ ഒരു 10-12 വയസ്സ് വരെയൊന്നും അങ്ങനെ കാണാറില്ല. ഒരു 12 വയസ്സിന് ശേഷം കുട്ടി പ്യൂബേർട്ടി എത്തി യൗവനത്തിലേക്ക് കൗമാരപ്രായത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ താരൻ്റെയൊക്കെ ഒരു കടന്നുവരവ്. അതുവരെ എല്ലാവരും പറയും ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വന്നതെന്ന് മിക്ക അമ്മമാര് കുട്ടികളെയും കൊണ്ടുവരുമ്പോഴും പറയാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ നമ്മുടെ കൗമാരപ്രായത്തിലേക്ക് കയറുമ്പോൾ വരുന്ന ഹോർമോൺ വ്യതിയാനങ്ങളുണ്ട്. നമ്മുടെ സെക്സ് ഹോർമോൺസ് ഒക്കെ അപ്പോൾ കൂടുതൽ ആക്റ്റീവ് ആവാൻ തുടങ്ങും. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് നമ്മുടെ ഈ ശിരോചർമ്മത്തിലുള്ള ഈ സെബേഷ്യസ് ഗ്രന്ഥികൾ കൂടുതൽ ആക്റ്റീവായി അതിൻ്റെ സൈസൊക്കെ കൂടി അത് ഈ സിബം എന്ന് പറയുന്ന എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ശിരോചർമ്മത്തിൽ മാത്രമല്ല മുഖത്തിലുണ്ട്, മുഖചർമ്മത്തിലുണ്ട്. അതാണ് മുഖക്കുരു വരുന്നത് ആ പ്രായത്തിൽ. ബാക്കിൽ ചിലർക്ക് വരാം. ഇവിടെയൊക്കെ ഈ സെബേഷ്യസ് ഏരിയാസ് എന്ന് പറയുന്നത് ഈ ഗ്രന്ഥികൾ ഡെൻസ് ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ഗ്രന്ഥികൾ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് വെറുതെ അല്ല, കാരണം ഈ സിബം ഉള്ളത് കൊണ്ടാണ് മുടിക്ക് മിനുസം വരുന്നത്, മുടി പൊട്ടിപ്പോവാത്തത്. അതുകൊണ്ട് അതൊരു നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമായിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഈ സെബേഷ്യസ് ഗ്രന്ഥികൾ ഈ സെബം ഉൽപ്പാദിപ്പിക്കുന്നത് വഴി ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും അധികമായാൽ പ്രശ്നം എന്ന് പറയുന്ന പോലെ ഈ ഓവറായിട്ട് സിബം ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഈ അതവിടെ കെട്ടി അതിനകത്ത് സെക്കൻഡറി ആയിട്ടുള്ള ഫംഗൽ വളർച്ചയൊക്കെ വരാം, ഓവർ ഗ്രോത്ത് ഒക്കെ വരാം. തന്മൂലം നമ്മുടെ ശിരോചർമ്മത്തിൽ ഒരു ഇൻഫ്ലമേഷൻ വരിക, ചൊറിച്ചിൽ വരിക, പിന്നെ ചിലർക്ക് ഇൻഫ്ലമേഷൻ കൂടുമ്പോൾ ചെറിയ മുടി കൊഴിച്ചിൽ വരിക, ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ എത്ര കണ്ട് താരനുണ്ട് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ് വരിക. ചെറിയ രീതിയിലുള്ള ഇപ്പൊ കാലാവസ്ഥ മാറുന്നതനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മുടി കഴുകാൻ എന്തെങ്കിലും ഇപ്പൊ ചില ആൾക്കാർ ഇപ്പോൾ ഒരു ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മുടി കഴുകുന്നവരൊക്കെ ഉണ്ട്. അതൊന്നും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അത്ര പറഞ്ഞിട്ടുള്ളതല്ല. അപ്പൊ അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ മുടി കഴുകിയാൽ ഡെഫിനറ്റ് ആയിട്ടും താരൻ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം ഈ വിയർപ്പും ഈ സെബും എല്ലാം കൂടെ മിക്സായി അവിടെ ഇങ്ങനെ ഒരു ഓയിലി ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ പല ഘടകങ്ങൾ, ഇപ്പം നമ്മൾ സ്ട്രെസ്സ് വന്നാൽ പരീക്ഷ സമയത്ത് ഈ ഹോർമോൺസിന്റെ ലെവൽസിൽ ആ ഉൽപ്പാദനം, കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സംഗതിയാണ്, ഡൈനമിക് ആണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സ്ട്രെസ് അനുസരിച്ചും നമ്മുടെ ഹോർമോണൽ സൈക്കിളിൽ വരുന്ന വേരിയേഷൻസ് അനുസരിച്ചും കാലാവസ്ഥ മാറുന്നതനുസരിച്ചൊക്കെ ഈ താരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകാം. പിന്നെ ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് ഇതിന്റെ ഉൽപ്പാദനം കുറച്ച് കൂടുതലായിരിക്കും. ചിലപ്പോൾ ഇപ്പം പ്രത്യേകിച്ചും പെൺകുട്ടികളാണെങ്കിൽ PCOD മുതലായിട്ടുള്ള പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് മുതലായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഈ മെയിൽ ഹോർമോൺസിന്റെ പ്രവർത്തനം കൂടുതലായിരിക്കും. മെയിൽ ഹോർമോൺസ് ആണ് ഈ സെബേഷ്യസ് ഗ്രന്ഥികളെ, ഈ താരൻ ഉണ്ടാക്കുന്ന സിബം ഉണ്ടാക്കുന്ന ഗ്രന്ഥികളെ ഡ്രൈവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫോഴ്സ് ഈ മെയിൽ ഹോർമോൺസ് ആണ്. അപ്പോൾ ഈ മെയിൽ ഹോർമോൺസിന്റെ പ്രവർത്തനം കൂടുമ്പോൾ പെൺകുട്ടികൾക്ക് PCOD ഒക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും താരൻ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പിന്നെ ചില മരുന്നുകൾ, ഇപ്പൊ ഫിറ്റ്സ് അപസ്മാരത്തിനൊക്കെ കൊടുക്കുന്ന ചില മരുന്നുകൾ, ചില ന്യൂറോളജിക്കൽ ഡിസീസസ്, ഇതുമൊക്കെ താരൻ ഉണ്ടാക്കാനുള്ള ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു. അപ്പൊ നമ്മൾ ക്രമാതീതമായിട്ട് താരൻ വന്ന് ചൊറിച്ചിൽ വരിക, ബുദ്ധിമുട്ട് വരിക, ഈ ഷർട്ടിലൊക്കെ ഇങ്ങനെ മറ്റേ പുറത്ത് പോകാൻ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ചും ഡാർക്ക് ഷർട്ട്സ് ഇടാൻ പറ്റാത്ത ബുദ്ധിമുട്ട് പലപ്പോഴും ആൺകുട്ടികൾ വന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് എന്തെങ്കിലും അണ്ടർലൈൻ റീസൺസ് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഈ ഹോർമോൺ തകരാറോ അല്ലെങ്കിൽ നമ്മുടെ ഷാംപൂ ഉപയോഗിക്കുന്ന രീതി, മുടി ക്ലെൻസ് ചെയ്യുന്ന രീതിയിൽ വല്ല തകരാറുണ്ടോ, അതെല്ലാം, അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങളോ മരുന്നുകളോ കഴിക്കുന്നത് കൂട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അതൊക്കെ ഓപ്റ്റിമൈസ് ചെയ്യണം. ഡോക്ടർ പറയുന്ന രീതിയിലുള്ള ഷാംപൂസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച്
നമ്മൾ സ്കാൽപ്പ് സർഫസ് ക്ലീൻ ആയിട്ട് വെക്കണം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ താരൻ കൊണ്ട് മാത്രമാണ് മുടി കൊഴിച്ചിൽ എന്ന് വിചാരിക്കരുത്. താരൻ കൊണ്ടുള്ള മുടി കൊഴിച്ചിൽ ഒരു ഇൻഫ്ലമേഷൻ കൊണ്ട് കുറച്ച് ബാക്കിയുള്ള റീസൺസ് ആണ് നമ്മൾ പലപ്പോഴും റൂൾ ഔട്ട് ചെയ്യേണ്ടത്. മാത്രമല്ല താരൻ 2 ആഴ്ച ചികിത്സിച്ച് മാറ്റുന്ന ഒരു അസുഖമാണെന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മാറണം. കാരണം അതൊരു പ്രവണതയാണ് മാറുന്ന. ഇപ്പം അത് ഇടയ്ക്കിടയ്ക്ക് നമുക്കിപ്പോൾ ഒരു ഷാംപൂസോ മറ്റോ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു റീസൺ ഉണ്ട്. പെർട്ടിക്കുലർലി അതിന് പ്രവണതയുള്ളവർ, പാരമ്പര്യമുള്ളവർ, ആ ടൈപ്പ് ഹോർമോണൽ ആക്ടിവിറ്റി ഉള്ളവരൊക്കെ പറയുന്ന രീതിയിൽ ഷാംപൂസും ലോഷൻസും കണ്ടിന്യൂ ചെയ്യേണ്ട തരം ഒരു പ്രവണതയാണ് താരൻ. അല്ലാതെ ഒരു ഇൻഫെക്ഷൻ പോലെ 2 ആഴ്ച മരുന്ന് കഴിച്ച് മാറ്റുന്ന ഒരു സംഗതിയല്ല. താങ്ക് യു.